Assalamualaikum. Welcome back to our YouTube channel. Day 7 ഇന്ന് സൺഡേ കേട്ടോ. നമ്മളെ ഫസ്റ്റ് സൺഡേ വ്ളോഗാണ്. ഫണ്ടേ എന്നാണല്ലോ. ഫണ്ടേ അല്ല, നമുക്ക് സൺഡേ വർക്കിംഗ് ഡേ ആണ്. സുബൈക്ക് പള്ളിക്ക് കേട്ടോ. നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്. വേഗം പോയി നോക്കട്ടെ. അപ്പോൾ നിസ്കാരം കഴിഞ്ഞു. ഇനി നമുക്ക് പരിപാടി എന്താ വെച്ചാൽ വർക്കിംഗ് ഡേ എന്ന് പറയാൻ കാരണം ഇന്ന് ഷോപ്പ് കാര്യങ്ങളൊന്നുമില്ല, വീട്ടിലത്തെ വർക്കാണ് കേട്ടോ. നല്ല ഒരുപാട് ഹോം വർക്കുകൾ നമുക്ക് ചെയ്യാനുണ്ടാവും ഞായറാഴ്ച. എല്ലാ പണിയും ഞായറാഴ്ചക്ക് മാറ്റി വെക്കും. അത് കറക്റ്റ് നീച്ച് പ്രോപ്പറായിട്ട് ഓരോന്ന് പ്ലാൻ ചെയ്താൽ ഞായറാഴ്ച നടക്കും, അല്ലെങ്കിൽ പിന്നെ നെക്സ്റ്റ് ഞായറാഴ്ച. അപ്പം ഇന്നിപ്പോൾ ഓൾറെഡി എല്ലാം ചെയ്യാമെന്ന് എല്ലാവരും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് ചെയ്ത് തീർക്കണം. ഇത്രയും കാലം ഞായറാഴ്ച നമുക്ക് റബ്ബറിൻ്റെ കുട ഈ ഒരു എന്താണെന്നറിയില്ല, റബ്ബറിന്മേൽ ഒരു ഷീറ്റ് ഉണ്ടാവും ഇതേപോലെയുള്ള, അത് റിമൂവ് ചെയ്തിട്ട് പുതിയ മഴക്കാലമല്ലോ, മഴക്കാലം കുറേ പകുതിയായിപ്പോൾ പുതിയ ഷീറ്റ് ഇടാൻ വേണ്ടി അത് റിമൂവ് ചെയ്യാനുള്ള പരിപാടിയാണ്. പഴയതൊക്കെ കുറേയൊക്കെ എടുത്തു ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് മഴയൊന്നും ഇല്ലാത്ത ദിവസം അതിൻ്റെ ആൾക്കാർ വന്നിട്ട് പുതിയ ഷീറ്റ് പോലെ ഇടും. അപ്പോൾ ഇന്ന് നമുക്ക് പരിപാടി എന്താ വെച്ചാൽ രാവിലെ മുമ്പിൽ വരുന്ന സ്ഥലത്ത് കുറച്ച് ചപ്പി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ മെറ്റൽ കൊണ്ടിടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കണം. പിന്നെ ഹനൂനും ചെക്കന്മാർ കുറേ ദിവസമായി കുളത്തേക്ക് പറയണം. കുളത്തേക്ക് പോകലുണ്ട്, നമ്മളെപ്പോഴും വിളിക്കലുണ്ട്. പിന്നെ എന്തെല്ലാം പണി കാര്യമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുളത്ത് പോകണം. അല്ലെങ്കിൽ പള്ളിക്കുളത്ത് അല്ലെങ്കിൽ അമ്പലക്കുളം ക്ലീനാക്കി അവർക്ക് വീട്ടിലേക്ക് പോകണം. അപ്പോൾ അതിനെ വീട്ടിലെത്തി പോയി കാൽച്ചായൊക്കെ കുടിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ നോക്കണം കേട്ടോ. പിന്നെ നമ്മൾ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നെന്തായാലും വർക്കൗട്ടുള്ള ദിവസം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് ബാക്കി വീഡിയോ കാണാം. അപ്പോൾ ഗ്യാസ് ഒന്ന് ഉറങ്ങിപ്പോയി, നല്ലൊരു ഉറക്കം. സുബൈക്ക് ശേഷം വർക്കൗട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലും കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി കിടക്കുന്നതാണ്. പിന്നെ നീക്കണത് ഇപ്പോഴാണ്. ടൈം 10:15 ഇമ്മ ചായ എടുക്കാൻ വരുന്നില്ല വെച്ച് വിളിച്ചപ്പോഴാണ് നീക്കണത്. അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് നിറച്ചധികം ഒന്നെങ്കിൽ അങ്ങനെ പുറത്ത് പണിയും കാര്യമൊക്കെ ഉണ്ടതിന് നമ്മൾ പൊറോട്ട കൊണ്ടുവരാൻ ചെയ്യൽ. അപ്പോൾ എന്തായാലും എല്ലാവർക്കുള്ള ചായക്കടിക്ക് നല്ല പൊറോട്ട അപ്പോൾ എന്തെങ്കിലുമൊക്കെ പോയി കൊണ്ടുവരട്ടെ കേട്ടോ. അത് വാങ്ങിയിട്ട് വരാം. നമ്മളിന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്തായാലും നമ്മുടെ മുമ്പ് കണ്ടോ, നമ്മുടെ മുമ്പിൽ കുളമായി കിടക്കണ കണ്ടില്ലേ, ചളിവിളി കിടക്കണ, അത് മെറ്റലിട്ട് ശരിയാക്കണം. ഇനിയിപ്പോൾ അതേപോലെ എന്തായാലും റെഡിയാക്കും. അപ്പോൾ എന്തായാലും ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കഴിച്ചാൽ കൊണ്ടിട്ട് കേട്ടോ. കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. എൻ്റെ സ്കൂട്ടർ കാണാനല്ല, ഇപ്പം എൻ്റെ വണ്ടിൻ്റെ കിക്കർ കംപ്ലൈൻ്റ് ആയിട്ട് ഇപ്പോൾ അത് കൊണ്ടുപോയിക്കണമെന്ന്. നമുക്ക് അക്കിയാക്കോൻ്റെ വണ്ടി പോവാം. ഇത്രയും ടൈം ആ സ്ഥിതിക്ക് വില്ലുംപടിക്കുന്ന സാധനം നമ്മൾ വാങ്ങൽ. പക്ഷെ നമ്മളെ താഴെ വില്ലുംപടിക്കൽ നിലമ്പൂർ റൂട്ടിൽ പോകുമ്പോൾ ഒരു കട ഉണ്ട്, പുതിയൊരു കട തുടങ്ങിയിട്ടുണ്ട്, മലബാർ മക്കാനി എന്ന് പറഞ്ഞിട്ട്. അവിടെ ആകുമ്പോൾ ലൈവ് പൊറോട്ട കാര്യങ്ങളൊക്കെയാണ്. വില്ലുംപടിക്കൽ ഒരു തിരുവാലിയിൽ നിന്ന് പൊറോട്ട ഒരു ടീമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുക ചെയ്യുക. നല്ല ടേസ്റ്റ്, രണ്ടും നല്ല ടേസ്റ്റൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം മലബാർ മക്കാനിൽ നിന്ന് വാങ്ങാം കേട്ടോ. വെല്ലുമ്പളത്ത് ഇങ്ങനെ പോയിട്ട് നിലമ്പൂർ റൂട്ടിൽ പോകുന്നു കഴിഞ്ഞാൽ LP സ്കൂളിൻ്റെ, നമ്മളൊക്കെ പഠിച്ച LP സ്കൂൾക്കുള്ള റോഡാണിത്. പന്തലങ്ങാടിയിൽ നിന്നും ഇതിൽ വഴിയുണ്ട്. അപ്പോൾ അതാ ഇവിടെ താഴെ തന്നെ നമ്മൾ താഴെ വില്ലുംപടിയിൽ മലബാർ മക്കാനി പറഞ്ഞിട്ട് സ്പോട്ട് വരുന്നുണ്ട്. അപ്പം എണ്ണക്കടികളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ചൂട് പൊറോട്ട ലൈവായിട്ട് വെച്ചിട്ടുണ്ട്. പൊറോട്ട കിട്ടുക നല്ല ടൈം എടുക്കുന്നുണ്ടോ, നല്ല തിരക്കുണ്ട്. നമ്മളവിടുന്ന് വെള്ളപ്പം ഉണ്ടായിരുന്നു, അതും ബീഫ് പറഞ്ഞിട്ടുണ്ട്. ബാക്കി നമുക്ക് വില്ലുംപടിക്കുന്ന നോക്കാം. ഇവിടെ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു പുതിയൊരു മെഡിക്കൽ സെൻറ്റർ വരുന്നുണ്ട് കേട്ടോ, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇവിടെ തന്നെ ഒരു മലബാർ സ്റ്റോറും വരുന്നുണ്ട്. എല്ലാ ഐറ്റംസും അപ്പോൾ ഇവിടെ തന്നെ കിട്ടും. ഇതിൻ്റെ മുകളിൽ ലേഡി ഫാഷൻ, ബോംബെ ഫാഷൻ എന്ന് പറഞ്ഞിട്ട് ലേഡീസിൻ്റെ ഒരു ടൈലറിങ്ങും വരുന്നുണ്ട്. നമുക്കിത് വാങ്ങിയിട്ട് ഓക്കെ അവിടെ നിന്ന് വാങ്ങിയിട്ട് അങ്ങനെ പോവാം. അപ്പോൾ നമുക്ക് പൊറോട്ട അപ്പുറത്തുനിന്ന് വാങ്ങേണ്ടി വന്നിട്ടില്ല. കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ പെട്ടെന്ന് ആൾ പണി റെഡിയാക്കിയുണ്ട്, പൊറോട്ട റെഡിയാക്കിയാണ്. നമ്മളെ പൊറോട്ട സെറ്റാണ്, ആയിട്ടുള്ള കറി എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും കൂടി കൊണ്ടിട്ട് നമുക്ക് പോകട്ടോ. പൊറോട്ട നമുക്ക് വെള്ളപ്പം ഉണ്ടാവും. നമുക്ക്
അവിടെ ഒരു സാലനുണ്ട്. പിന്നെ നമുക്ക് കുറേ അധ്വാനിക്കാനുള്ളതാണ്. അതുകൊണ്ട് പൊറോട്ടയും ബീഫൊക്കെ കുറേശ്ശെ കഴിക്കുന്നത് കുഴപ്പമില്ല. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെയുണ്ടോ. നമ്മളെ വണ്ടി എന്ന് പറഞ്ഞാൽ 1.5 വണ്ടി തന്നെയാണ്. ഇനി ഇതിപ്പോൾ പണിയാനില്ല എന്ന് നടക്കുന്ന സമയത്താണ് പുതിയൊരു പണി കിട്ടിയത്. എല്ലാം ഉഷാറാക്കിയാണ്. എൻ്റെ പെയിൻ്റ് അടിച്ച് സെറ്റാക്കി എൻജിന് വരെ പുതിയത് വെച്ച് പണി പറയാം. അത്രയും പണിയെടുത്തു. അപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ ഇന്നലെ എവിടെയോ പോയി ചെറുതായിട്ട് ചേർത്തിക്കണം, എന്തോ കട്ടമ്മ വരുത്തിക്കണം. അപ്പോൾ നമ്മളെ മെയിൻ മേശിരി കോട്ട് വർക്കിംഗ് കോട്ടൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ എവിടെയോ സിമെൻറ്റ് ചാക്കിൽ കാലിച്ചാക്കിൽ മെറ്റൽ കൂട്ടിച്ചത്. ഇവിടുത്തെ മെറ്റലൊക്കെ എൻ്റെ കല്യാണത്തിന് അടുപ്പിച്ച് പല ചാക്കിലാക്കി വെച്ചിരുന്നു. അപ്പോൾ അത് നോക്കട്ടെ ഇവിടെ എവിടെയോ ഉണ്ടോ. അതിലെവിടെയോ ഉണ്ട്. അല്ല ഇവര് കാണുന്നില്ല. അപ്പോൾ വിളിച്ച് നോക്കാം. അപ്പോൾ മെറ്റല് അവിടെ നിലത്ത് കൂട്ടിയിട്ടൊക്കെ വേണം, അത് കോരിയെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ നിന്ന് ക്ലീൻ ആക്കാം. എന്താ സംഭവം? വെല്ലാഞ്ചറിൻ്റെ പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യണമല്ലോ. ഹെയർ ഗ്രോത്തിന് സ്പ്രേ ആണ്. സ്പ്രേ, ഹെയർ ഗ്രോത്ത് സ്പ്രേ. അയ്യോ കൊള്ളാലോ. എന്തൊക്കെയാണ് ഗുണങ്ങൾ? റോസ്മേരി വാട്ടറൊക്കെ പോലെ അല്ലേ? ഹരിയർ അതിനെ കടത്തി വിട്ടോ. റോസ്മേരി അലക്സൊക്കെ വെല്ലാഞ്ചിറ ഹെയർ ഗ്രോത്ത് സ്പ്രേ. എത്ര റേറ്റ് വരുന്നത്? 200 രൂപ വരുന്നു. 200 രൂപയുള്ളൂ. റോസ്മേരിയുടെ റേറ്റിന് അത്ര വരുന്നില്ല. പുതിയ വെറൈറ്റി പ്രോഡക്റ്റ് ആയിരിക്കും. കൊള്ളാം. ഒരു നല്ലൊരു പ്രൊഡക്റ്റ് തോന്നുന്നു. നമുക്ക് ഈ പണി നോക്കാം. അതൊക്കെ എത്ര കുടിച്ചിട്ട് അതിന്റെ കാലാണ് വെള്ളം നിന്നിട്ടേ. വെള്ളം നിന്നിട്ട് പൂലാവുകയാണ്. നല്ല കൺസ്ലിറ്റ് ചെയ്യാൻ അവിടെ കല്ലൊക്കെ കൊണ്ടേക്ക് പൈപ്പിനാല് അത് ഗ്രൂപ്പ് ഒഴിവാക്കണോ മണ്ണ് അതിന് മാത്രം. അവിടെ കല്ല് കൊണ്ടു അവിടെ നേരെ നിൽക്കുക നോക്കിയിട്ട് കുറെ ജോലിയൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ കല്ല് വെള്ളം നിൽക്കാൻ തന്നെ ഈ വിളി പോവും ഉറക്കും. ഒരു ഫുൾ ടൈം കൊടുത്തില്ല. ഒരു മുറ കൊണ്ടുവന്നോ ഈ കോരി കളയാതെ. ആണെന്നില്ല ആണെന്നില്ല മീനുണ്ടോ? അതങ്ങനെ മീനുണ്ടോ?
ഉയർത്തിയാൽ മതി അല്ലേ? ഇവിടെ ഉയരണം. ആ ഒരു ഇങ്ങനെ പൊന്തിയാൽ മതി. അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് വെള്ളം പോകുന്ന രൂപത്തിൽ ആയാൽ മതി. ഒരു കട ഈ മണ്ണത്ത് ഇത് കണ്ടെടുക്കാം. അങ്ങനെ ആവശ്യമില്ലല്ലോ. ഈ ഫുഡൊന്നും ആവശ്യമില്ല. ഇങ്ങനെ കുറച്ച് ദിവസം മേൽക്കുന്ന ഉയർന്ന രൂപത്തിൽ മേലോ തായാറോ നമ്മളിത് ചളി നീക്കിയിട്ടുണ്ട്, വെള്ളമൊക്കെ കളഞ്ഞു. നമുക്ക് മെറ്റല് അധ്വാനിക്കുന്ന തൊഴിലാളി വിഭാഗം ഇതിക്ക് മെറ്റല് സായിദാക്കുവിൻ്റെ തന്നെ മുറ്റത്തുണ്ട്. അത് പോയി കൊണ്ടുവരാം. ഇതല്ലേ അറബനോടെ അറബിയ ഉന്തുവണ്ടി. ആ ന്യൂ ലോഞ്ചിങ് അടുത്തത്. ഓഫ് റോഡ് ഇതുണ്ടായത് നല്ല സുഖം കേട്ടോ. കുറേ പരിപാടിയൊക്കെ എടുക്കാൻ പണി എടുക്കണവർക്ക് കേട്ടോ. നമ്മളെ പോലത്തെ കാര്യമല്ല പറഞ്ഞത്. നമ്മളെപ്പോലെ പണി എടുക്കണവർക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഉപകാരമായിരിക്കും, ലോഡ് കൊണ്ടുപോകാനൊക്കെ. അപ്പോൾ ഇവിടെ നിന്ന് അവിടെ ഒക്കെ കൂട്ടിയിട്ടുണ്ട് അടുക്കാം. കിട്ടുന്നുണ്ടോ? ഷവലുണ്ടോ നോക്കിയോ? നല്ല ചെറിയ ചട്ടിയോ? മുറത്തോണ്ട് ആ മുറ ഒടിയും. ഇതാ ഷവലിട്ടിട്ട് ഇവിടെ ബാക്കിയുള്ള മെറ്റൽ ഇവിടെ ഇടാൻ. അവിടെ നല്ല വൈക്കലാണ്, വെള്ളം കെട്ടിക്കണുണ്ട്. നമുക്ക് ആവശ്യം എടുത്തിട്ട് ബാക്കിയുള്ള കുറച്ചുണ്ടല്ലോ അല്ലേ? രണ്ട് കൊട്ട നമുക്കൊരു വണ്ടി വേണ്ടിയില്ലേ? ഞാനാകട്ടെ. അപ്പൊ അടിയിൽ നിന്ന് മണ്ണ് പൊന്തിയല്ലേ മോൾക്ക്? അടിയിൽ നിന്ന് മണ്ണ് കൊണ്ട് പൊന്തിയത് കറി ചളി അത്ര ഉള്ളു. നമുക്കൊരു വണ്ടി മതിയാവും, ബാക്കി ഇവിടെ ഇടാം. നല്ല ദമ്മുണ്ട്. എടുത്തോ. സായിദാക്കുൻ്റെ മുമ്പ് കൂടെ റോട്ടോട് കൊണ്ടുപോയാൽ മതി. ആ വെച്ചുണ്ടോ? എന്തോ പൊങ്ങിലെ പറയണ്ട നടക്കടാ. ഒന്ന് മറിക്ക, ഞാൻ പിടിക്കാം. കിട്ടിണ്ടോ? ടയറ് അല്ല കാറ്റുണ്ട്, പൊട്ടാന്ന് പറയാ. എന്താ പോട്ടെ പോട്ടെ പോട്ടെ. നോക്കിയോ അയ്യ പറഞ്ഞ അതേപോലെ ചെയ്ത്. ഇത് ആക്ടിങ്ങാ. ഇങ്ങനെ ചെയ്യാനല്ല പറഞ്ഞത്. വീയുമ്പോ ഇങ്ങനെ മല്ലടിച്ചു വെക്കണ്ട്. ഇങ്ങനല്ല പറഞ്ഞത്, വീയുമ്പോ ഇങ്ങനെ മല്ലടിച്ചു വെക്കണ്ട്. ആക്ടിങ്ങാണ് നിങ്ങൾ ഒറിജിനൽ വിചാരിച്ചില്ലേ? പക്ഷെ ആക്ടിങ്ങാ. ഏതാണ് സ്ഥലം? ഞാൻ അവിടെ വെക്കുന്ന കരുതി. പക്ഷെ ഇവിടെ തീരെ പ്രതീക്ഷിച്ച. ആ ബാക്കി നമുക്ക് പിന്നെ പോരാ. ഫുള്ള് കിട്ടി. ടയർ കുറച്ചിട്ട് മുമ്പല് അതിനുശേഷം എല്ലാം വീട്. ആ മുഖല്ലേ. അപ്പോൾ ഒരു വണ്ടി കൂടി വേണം. അവിടുത്തെ കോരിട്ട് പിന്നെ ഒരു വണ്ടി കൂടി വേണം.
ഇതിപ്പോ ഇങ്ങോട്ടല്ലേ ആയിട്ടുള്ളൂ. ഇവിടേക്ക് ഒരു ഫുള്ള് വേണം, അവർക്കും വേണം. എന്താ ഇപ്പൊ എന്നോട് ചോദിച്ചല്ലേ സലീകുമാർ? അല്ലേ സലീകുമാറിനോടെ എന്തേലും പറ്റൂടാ? കുറച്ചാൽ നോക്കുന്നു, ചിലപ്പോ എപ്പോഴേലും വീകും. ബിസിനസ്സിൽ നമ്മൾ ഓരോടി സൂക്ഷിച്ചു വെക്കണം. ഒന്ന് തന്റെ വരെ പെരുകുന്നു. നമ്മളെ പറയല്ലോ ബിസിനസ്സിൽ നമ്മൾ അളിയനോട് പറയല്ലേ, ബിസിനസ്സിൽ നമ്മൾ സൂക്ഷിച്ച് നടക്കണം, ഓരോ അടിയും സൂക്ഷിച്ച് വെക്കണം. തന്തേ പോലും വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ അടുത്തത് ഇവിടെ ശരിക്കും നോക്കിക്കോളി. എന്തിനാ ഇനി നിങ്ങളതിൽ പോയാല് നിങ്ങൾ നമ്മള് കടത്തേണ്ടി വരും. അത് ഇവിടെ ആവശ്യം വന്നിട്ട് ഇട്ടാലേ. ആ ചളി മൊത്തത്തിലുണ്ടതാ. ഇവിടെ മുതൽ ഷോൾഡർ മുതൽ അടി വരെ. ആ അതെ അതെ. ആ കോട്ടാണെങ്കിലും ഞാൻ ഇവിടെ പ്രതീക്ഷിച്ചേ, ഇവിടെ ഒരു പുറത്തും പിടിച്ചു സൈഡിലേക്ക് ചേരുന്ന കരുതി. എന്തായാലും പറ്റില്ല. ആ ആ പരിപാടിക്കടെ ഇതാവോ ചെരുപ്പും തന്നെ. ആ രണ്ട് പിന്നുണ്ട്. കാറ്റ് കറവാണ്, കാറ്റടിച്ചിട്ട് ഈ 2 ലോഡ് കൂടെ എന്തായാലും പോകണം. ഇവിടെ ആയിക്കൂടെ വരുന്നുണ്ട്. ആ കർക്കിടക്കഞ്ഞ് കറ്റിക്കണേ അവൻ അതിൽ വരുന്നുണ്ട്. കർക്കിടക്കഞ്ഞ് കറ്റിനൊക്കെ വീട്ടിൽ കളയുന്നുണ്ട്. ഇവിടെ മണ്ണ് ഇങ്ങനെ ഇതാക്കി മതി. ഈ ലെവലിൽ അങ്ങോട്ട് ഇങ്ങനെ മറിച്ചിട്ടാ പോരെ. അപ്പം പിന്നെ ഇങ്ങോട്ട് വെള്ളം വരില്ലല്ലോ. ഇതെവിടെയല്ലേ വെള്ളം വരും? ഇതിൽ തന്നെ അതിനൊന്നും ചെയ്യാൻ കഴിയൂല. ആ അങ്ങനെ ആട്ടെ. അപ്പൊ കിട്ടിയില്ലേ? ഞാനങ്ങോട്ട് വാരാൻ പോ. ആ വെറുതെ വേറെ നിന്റെ പോലെ അത് കേട്ടും അതിന്റെ മന്തി കേട്ടും. ആളെണ്ണം കൂടി പാമ്പ് ചാവല്ലോ വെറുതെ. എല്ലാം കൂടി അതിന്റെ അടിയിൽ കൂടെ. പാമ്പല്ല, ആ പാമ്പല്ല, വേറെ പാമ്പ്. യെസ് യെസ്. ചെരുപ്പ് ഊരിക്കളി. കുരുട പോണോ? തൊട്ടുണ്ട് ഇറക്കി ഞാൻ പിടിക്കണം. എന്നെ ചെരുപ്പ് ഊരിയ നമുക്ക് അതേപോലെ വേണ്ടല്ലോ. അങ്ങനെയൊക്കെ പോയാലേ അത് നമുക്ക് പറ്റീന് വേണ്ടി വെറുതെ വേറെ എടുക്കുക അല്ലേ. കാരണം ഇപ്പൊ 2ാമത്തെ ലോഡാണ്. ഗ്രൂപ്പില്ലാതെ അഭിനയിച്ചാലേ നമുക്ക് ഊരൊക്കെ പണിയിട്ടു. പിന്നെ വെള്ളാഞ്ചേരി ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ടി വരും. ഇന്നെന്താ കുടിമരം കൊണ്ടുവരുന്നത്? യെസ്, ഇനി ഒന്നുകൂടി മതി. ഇവിടുത്തെ പോര് ചെറിയ കൈക്കോട്ട്, ചെറിയ കൈക്കോട്ടില്ലേ? അതെ ആ ശവരോട് അതിക്ക് കോരിട്ടില്ല, അവിടെ ചാടിയത്. അത് കട്ടില്ല കൊണ്ടുക്ക് ചാടത്. എനിക്ക് ഓടി പോണ്ട. അല്ല ഫുള്ളാട്ടെ. പിന്നെ
മറ്റേ ചായപ്പൊക്കെ ഉണ്ടാണോ ഉണ്ടിക്ക് അങ്ങോട്ട് പോകണ്ട അല്ല പൂലൊക്കെ പോണ്ട ഹരി ഹരി ഇവിടെ മാത്രം മതി ഇവിടെ മാത്രം മതി ഇവിടെ മാത്രം മതി ഈ ബാക്കി വന്നാൽ മതി അടുത്ത കേട്ടോ എന്തോ പുയ്യരാന്നോ യാ കർഷകരുടെ ആക്ടർ വരണ്ട് ഇപ്പൊ ഇവിടുന്ന് ഈ മണ്ണ് കണ്ട് സാറായിക്കോട്ടെ ആ വാനാക്കൊക്കെ വന്നു എല്ലാവരും പെട്ടല്ലേ ഇതില് ഇല്ലേട്ടാ ഇങ്ങോട്ടാണോ അതോ അങ്ങോട്ട് പോവാ ആ മനസ്സിലാർന്നു സംശയം കട്ട് ചെയ്തു കൈയൊക്കെ വറക്കുന്നുണ്ട് എന്നോട് ഭയങ്കര എടുക്കണേ എന്നോട് ശരിക്കും ഉസാറേ കൂടെ നീ വേല മണ്ണിട്ട് ഉസാറാക്കുക പരിപാടിയായിരുന്നു നമ്മളെ പരിപാടി ഏകദേശം ഫൈനൽ ഇതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അതുണ്ട് അതിന് കാലം കഴിഞ്ഞിട്ട് പറ്റുള്ളൂ ഈ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും ഓൽക്ക് കുളം കൊടുക്കും അവർക്ക് ഫോണിൽ ചെറിയൊരു സ്പേസ് കൊടുക്കുന്നുണ്ട് അവർക്കും പണിയെടുക്കാനുള്ള അവസരം കൊടുക്കുന്നുണ്ട് ഇതിനിപ്പോ ഇതില് വണ്ടി കയറി ഇനി പോകുമോ എന്നുള്ള സംശയം പോലെ കളിപ്പിളിയായ മൊത്തത്തില്. അപ്പൊ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടോ ലെവലാക്കി വരുമ്പോ പിന്നെ ചപ്പിളിയാവൂലേ. ഇതിപ്പോ ഇങ്ങനെ ഒരു നല്ല മഴ വരുന്നുണ്ട്. മഴ വന്നിട്ട് നോക്കാം നമുക്ക് എന്താ പറ്റിയ അവസ്ഥ ഉള്ളത്. ഞങ്ങളെ രീതിയിൽ നമ്മളെ തീർക്കാൻ പറ്റുന്ന പണി തീർത്തിന്. ഇത് പണി കഴിഞ്ഞതാണോ പണി ആവുകയാണോ എന്നുള്ളത് ഈ മഴ കഴിയുമ്പോൾ നമുക്കറിയാം. പണി കഴിഞ്ഞതാണ് മതി തീർത്ത്. അപ്പൊ നമുക്ക് ഞാൻ അടുത്തതായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മളെ അമ്പലക്കുളത്ത് പോയിക്കൊണ്ട് ഒന്ന് കുളിച്ചു വരാം, ഡ്രസ്സ് വരാം. ചെക്കന്മാരൊക്കെ ഉണ്ട്. ഈ വാഹനത്തെ ഈ കാൽനട ധന്യമാക്കിക്കൊണ്ട് ബാക്കിലെല്ലാവരും കടന്നു വരികയാണ് സുഹൃത്തുക്കളെ. അവർക്കല്ല അവർക്ക് എങ്ങോട്ട് കൊളത്തേക്കോ ഏതാ വഴി നല്ല സുഖം. ഇതല്ല ഇതിന്റെ അപ്പുറം കടന്നവനാണിയല്ലേ ഇവിടെ ഇവിടെ അല്ലേ ഇവിടെ വിളിക്കണ്ടേ? അവിടെ വയ്ക്കൂ അവിടെ വയ്ക്കൂ. പ്രാചീന കാലം മുതൽ അവിടെ ന്യൂജൻ വരെ പോകുന്നുണ്ട്. ഇല കൊട എല്ലാം ഉണ്ട്. കേക്കോ ഇവിടെ കൂടെ ഉണ്ട്. നമുക്ക് മറ്റിലിട്ട് ഇറക്കിയാലോ? ഇതൊന്ന് തീർത്തിട്ട് പോയാലോ? കുളമായി കിടക്കണം. ഇതല്ല നമ്മള് കുളം. ഇവിടെ കുളം നമുക്ക് ഇത് പോകാണ്ട്. നമ്മളെ യുവതാര ഗ്രൗണ്ടായിട്ടൊക്കെ കാണുന്നത് അതിൻ്റെ അടുത്താണ് പള്ളിക്കുളം. പള്ളിക്കുളമല്ല, അമ്പലക്കുളം. കുളം ഇതിൻ്റെ കുളമാണ്. ഇത് വിറക്കണ്. കുളം കുളം എന്നാണ് പോയിട്ട് അവസാനം ബന്ന് വിറക്കുന്നുണ്ടല്ലോ. ചാട് ഇവിടെ ചാടിക്കോ. ഈ കല്ലുമ്മലൊക്കെ തട്ടും. കേക്കോ വലിച്ചുടിക്കൂല. ചാട് ചാട്. ആ ചാടിക്കൂട്. ഓ മലത്താ അജി ഇനി ഫുള്ള് മലന്ന് കയറാം. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് മലന്ന്. നിങ്ങളില്ലേ ആ മാറി കൊടുത്തേ ഇല്ലേ? ചാടിന്ന് എന്താണ് ഇത് വലിയിലല്ലോ പാൻറ്.
ഇവിടെ അവിടെ ഉള്ളൂ, അവിടെ ഒരു ഇത്ര സ്ഥലം ഇതുള്ളൂ. അവിടെ ഇതങ്ങനെ ഇല കാണുന്നു, അതുവരെ ഇതുണ്ട്. നോക്കി ഇതിപ്പോ ചാർജ് തീരും, ഇപ്പൊ സ്വിച്ച് ഓഫ് ആവും. അടിക്കോളി വേറെ ബാക്കിൽ ആളുണ്ട്. എടി എടി ചാടി അവിടെ ഉള്ളു, ഇങ്ങോട്ട് അടിക്കോളി. മുമ്പേക്ക് കേട്ടാ അപ്പൊ ചാടിനടുത്ത് അടിക്കോളി. ഏയ് മോശം 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 മോശം. ഞാൻ തിണ്ടല്ല കല്ല് ഇതേമാതിരി ചാടിക്കോളി. ദൂരം നോക്കിയാ ദൂരത്തേക്ക് കേട്ടോ. ആ ഓലെത്തോ നിങ്ങള് നോക്കിയാ കേക്കോ കേക്കോ നിങ്ങള് പോയിക്കോളി, ഞാൻ അടുത്ത വണ്ടിക്ക് കയറാറില്ലേ. ഓലിവിടെ എത്തി. ചാട് ഓൻ ചാടി. അപ്പൊ നമുക്ക് ഇനി ഒന്ന് കുളിച്ച് കയറിയിട്ട് കാണാം കേട്ടോ. ഫോണിൽ ചാർജ് കുറവാണ്. അപ്പൊ നമുക്ക് അത് കയറിയിട്ട് വീട്ടിൽ കാണാം. ഇന്നത്തെ കോളായി, ഇന്നത്തെ കോൾ എടുത്തിട്ടുണ്ട്. മാനോട് വറക്കെത്തിക്കണം. അപ്പോൾ നമുക്കിന്ന് പരിപാടി റഹ്മാനിയ സ്കൂളിൽ പോകാം കേട്ടോ. ഇവിടെ കൂടുതൽ ചെക്കന്മാരൊക്കെ വന്ന് പണിക്കുണ്ടായിരുന്നു. അതിൽ ഒരാളില്ല, മുഹമ്മദ്. അപ്പം മുഹമ്മദിനെ റഹ്മാനിയയിൽ പുതിയൊരു സംഭവമുണ്ട്, ഒരു ഈ ആഫിളാവാനുള്ള അവിടെ ചേർത്തൊക്കെയാണ്. അവനിടയ്ക്ക് ലീവിന് വരലുണ്ട്, പ്രാവശ്യം വന്നിട്ടില്ല. അപ്പോൾ അവനെ സാധനങ്ങളും കൊണ്ട് അവനെ കാണാൻ പോവാണ്. അവിടെ പോയി കേട്ടോ. ഹീറോഡ് ഇങ്ങനെ പോയിട്ടത് നമ്മളെ റഹ്മാനിയ കോളേജിൻ്റെ ബാക്ക് കൂടെ കേട്ടോ. മേപ്പാടത്തേക്ക് എത്തും. കുപ്പരംപള്ളിൻ്റെ അതിൽ പോന്നാൽ റഹ്മാനിയ കോളേജ്. ഇവലെ പഠിത്തത്തിൻ്റെ പേരെന്താണ്? ഇൻസൈറ്റിലെ. ആ പള്ളി അപ്പുറത്തല്ല. ഇവിടെ കുട്ടികളെ കൂടെ ബാക്കിലാ. കൊണ്ടോ ഇതാട്ടോ അമീനെ കൂടെ ചേർത്തിനു, പിന്നെ നിർത്തി പോകുന്നു. അപ്പൊ മുഹമ്മദ് മാത്രമേ ഉള്ളൂ. അവർക്ക് മുട്ടായി വാങ്ങാൻ മറന്നു. ഓലോടെ ഇറക്കിയിട്ട് മേപ്പാടത്ത് അങ്ങോട്ട് പോയി. അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വാങ്ങിയിടാം. മേപ്പാടം റോഡും അടിപൊളിയാട്ടോ. നല്ല കുണ്ടും കുഴിയും ചളി നിറഞ്ഞിട്ടുള്ള സൂപ്പർ റോഡാണ്. മേപ്പാടത്ത് കട തുറന്നിട്ടില്ല, എല്ലാവരും ഉച്ചമയക്കത്തിലാണ്. ഇപ്പം നമ്മൾ മമ്പാടെത്തി. ഇവിടെ ഒരു ഹൈപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട്, അതിന് തുറന്നാണാവോ. മമ്പാട് ഇതാ, ഇത് അടച്ചല്ലോ. നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും വാങ്ങിയിട്ട് പോവാം. കേട്ടോ കടലമുട്ടായി ഇവിടെ ഉണ്ട്. ഇതൊന്നെടുക്കാം, ഒരു കടലമുട്ടായി എടുക്കാം, ഒരു എള്ളുമുട്ടായി എടുക്കാം. മതിയോ? ഇത് മൂന്നും കൊടുക്കാം. കണ്ണും മൂക്കും ബിസ്ക്കറ്റ് വാങ്ങാൻ പറഞ്ഞ. കണ്ണും മൂക്കും നമുക്കൊരു ഫേവററ്റ് പണ്ട് മുതലേ എനിക്ക് ഇഷ്ടപ്പെട്ട റേറ്റ് കരമരിക്കി ബിക്കീസിൻ്റെ.
നമ്മൾ പന്തൽങ്ങൽ ടു മേപ്പാടം ബൈ വമ്പാട് ഇത്ര ഇഞ്ച് കഴിഞ്ഞ റോഡ് വേറല്ല. നമ്മുടെ പന്തൽങ്ങൽ ടു വണ്ടി റോഡ് പിന്നെയും കുഴപ്പമില്ല, ഇതാകെ പൊളിഞ്ഞെടുക്കുക. ഇത് ഉറങ്ങി നിൽക്കുക. ഇതേതാണ് ഈ ഒടിയൻ എൻ്റെ ഒടിയൻ. ഫുഡ് കഴിച്ചോ? അസ്സലാമു അലൈക്കും. ഫുഡ് കഴിച്ചോ? അവരെ കൂടെ ഇതാണ് മുഹമ്മദ് ഷാ ഗ്രൂപ്പിൽ രണ്ടാമൻ അഹമ്മദ് ഷാ, ഇടയിൽ മുഹമ്മദ് ഷാ, അമീൻ ഷാ, ആ അടിയിലുള്ളത് ഫാത്തിമ. ഒരു ഷാ കൂടി ഇട്ടെടുത്താൽ മതി. ചെക്കൻ്റെ റൂം കണ്ടു. റൂം കാണുമ്പോൾ പണ്ട് സൗദിയിൽ നമ്മളെ റൂം ഓർമ്മ വരിക. റൂമിൽ തന്നെ 4 ഭാഗത്തും ചെറിയ ബെഡ് ഇട്ടുകൊണ്ട്. ഇത് ഡബിൾ ഡക്കറാണ്, ഡബിൾ ബെഡുള്ള ടൈപ്പാണ്. നമുക്ക് താഴെ തന്നെ ആയിരുന്നു. ചാര് ഓർമ്മ. നല്ല എ സി ഒക്കെ ഉള്ള റൂമല്ലേ? എ സി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോവാം. അപ്പോൾ നമ്മൾ ഉച്ചഭക്ഷണം ഇതാണ് കേട്ടോ. മോര് കാച്ചിയതും അതിക്ക് നമ്മുടെ കൂണാണ്. കൂൺ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, പന്തലിങ്ങ തന്നെയുള്ള നമ്മളെ അയൽവാസിൻ്റെ റസ്മിൻ്റെ ഫ്രണ്ടിൻ്റെ ആണ്. അപ്പോൾ ആ കൂണ് കൂട്ടിയിട്ടുള്ള ഒരു ഊണ് കഴിക്കാം. ഇത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. വർക്കിഞ്ഞ് വൈകുന്നേരം. അസ്സലാമു ഈവനിങ് ആയിട്ടോ. സർദാം കൊടുത്തിട്ടുണ്ട്. പള്ളിയിൽ പോയി വരാം. ഡബിൾ ബെഡ്സ് ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ചെറിയ ഗ്യാപ്പ് ഉണ്ടായിക്കൂടെ. ഇപ്പുറത്തെ കൂട്ടുകുത്തി അവിടെ ആ പോണായിക്കൂടെ. അതിന് അങ്ങോട്ടും കൊണ്ടും പോകണ്ട. ഇപ്പോൾ കുഴപ്പമില്ല. പള്ളിയിൽ പോയി നിസ്കാരം വേണ്ടി വരട്ടോ. പിന്നെ ഇന്നൊരു മാരത്തൺ ഉണ്ടായിരുന്നു. നമ്മുടെ റംസാൻ കാക്കാൻ്റെ, ഷമീർ സൊലൈസാറി, ഫാദിഖാൻ്റെ ഒക്കെ ഉപ്പ ഒന്ന് മരണപ്പെട്ടിരുന്നു. അപ്പോൾ അവർ സുബൈ കഴിഞ്ഞപ്പോൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. പിന്നെ 2:30-ക്കായിരുന്നു മയ്യത്തെടുത്തത്. അപ്പോൾ അതിൻ്റെ നൈറ്റൊക്കെ കണ്ട് നിസ്കാരം കഴിഞ്ഞിട്ട് അത് നമ്മൾ പിന്നെ മുഹമ്മദിൻ്റെ റഹ്മാനിക്ക് പോയത് കേട്ടോ. ഞാൻ നേരത്തെ പറയാൻ മറന്നതാണ്. അപ്പോൾ ആ ചടങ്ങ് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളങ്ങോട്ട് മുഹമ്മദിൻ്റെ നേരത്തെ റഹ്മാനിൻ്റെ ബാക്കത്തെ വഴിയിലൂടെ പോയില്ലേ, ആ സമയത്താണ് അവിടുന്ന് നേരെ അങ്ങോട്ട് പോയതാണ്. പിന്നെ വന്നിട്ട് ആണ് ഉച്ചഭക്ഷണം കഴിച്ചത്. പിന്നെ ഉച്ചയ്ക്ക് റെസ്റ്റ് എടുക്കാൻ ടൈം കിട്ടിയില്ല. അപ്പോൾ നസർ ബാങ്ക് കൊടുത്താണ്. അപ്പോൾ നിസ്കാരം നടക്കുന്നുണ്ട്. നമുക്ക് നസർ പോയി നിസ്കരിച്ച് വരാം. നിസ്കാരം കഴിഞ്ഞു, ജമാഅത്ത് കഴിഞ്ഞു. പിന്നെ നമ്മുടെ മൂത്താപ്പൻ്റെ നേതൃത്വത്തിൽ ഒരു നിസ്കാരം. അടുത്ത ജമാഅത്ത് വേറെ കൂടി. പിന്നെ വീട്ടിൽ പോകട്ടോ. എന്നിട്ട് നമ്മൾ രാവിലെ കുറച്ച് ബാക്കി വെച്ച പണികളുണ്ട്. അത് നടക്കുമെന്നറിയില്ല. മഞ്ചേരി പോകാനൊക്കെ ഉണ്ട്, പൈസ കൊടുക്കാൻ കമ്പനിക്കുള്ള. അപ്പോൾ അതൊക്കെ നമുക്ക് പോകാമെന്നുണ്ടെങ്കിൽ അത്തുവിനെ ഏൽപ്പിച്ചാൽ മതി. അല്ലെങ്കിൽ ഞാൻ തന്നെ പോകേണ്ടി വരും. എൻ്റെ വീട്ടിൽ പോയിട്ട് അതിൻ്റെ കാര്യങ്ങൾ നോക്കട്ടെ. ഞാൻ രാവിലെ സുബൈക്ക് പറഞ്ഞില്ലേ, റബ്ബറിൻ്റെ കുടകളൊക്കെ പറിക്കാണ്ടേനും റബ്ബറിനിടുന്ന ആ റെയിൻ ഗാർഡിൻ്റെ കാര്യമായിട്ട് പറഞ്ഞത്. അത് പഴയതൊക്കെ മൊത്തം നമ്മൾ പറിച്ച് ഒഴിവാക്കി ഇനി പുതിയതിടാൻ വേണ്ടി. എല്ലാ പ്രാവശ്യവും നമ്മൾ തന്നെ ചെയ്യൽ. 5 ആൾക്കാർ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ചെയ്യാം. ഒരാൾ റബ്ബറിൻ്റെ ചുരണ്ടണം, മുകൾ ഭാഗത്തുള്ള കട്ടിയുള്ള ഭാഗം ക്ലീനാക്കണം. പിന്നെ ഡാറ് തേക്കും, അതിപ്പേ ചെയ്യൽ കുറച്ച് റിസ്ക്കുള്ള പണിയായതുകൊണ്ട് അന്നൊക്കെ നമ്മൾ ചെയ്തിന്. പിന്നെ അടുത്ത ആൾ ഞൂറി ഇടും, ഒരു റിബൺ ഉണ്ടാവും. ലാസ്റ്റ് കുട വെച്ചിട്ട് പിന്നെ അടിക്കും. അപ്പം എല്ലാവർക്കും ജോലിയും കാര്യം ടൈമില്ലാത്തതുകൊണ്ട് ആകെ ഞായറാഴ്ച മാത്രം ലീവ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് വേറെ ടീമിനെ ഏൽപ്പിക്കുകയാണ്. സാധനങ്ങളെ കൊണ്ടുവന്ന് വെച്ചോളൂ. നമ്മളെ പണി കഴിഞ്ഞു, ജോലി ഒന്ന് ചെയ്താൽ മതി. മഴയില്ലാത്തൊരു ദിവസം ഓരോന്ന് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ബാക്കി എടുക്കണ്ടേ? ഇല്ല നടക്കൂല. ആ മെറ്റിലങ്ങോട്ട് എടുത്തിട്ട് അത് വേണ്ട. ആ കണ്ടന്റ് നോക്കി എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് കഴിയുമെന്നല്ലാതെ വേണ്ടട്ടോ. ഇറങ്ങി ആ വേണ്ട. ഇവിടെ മഴ പെയ്ത് ചോർന്നു. മറ്റേ ഏകദേശം സെറ്റ് ആക്കി കേട്ടോ. നല്ലൊരു വെയിൽ കിട്ടിയാൽ അതങ്ങനെ നിന്നോളൂ, അല്ലെങ്കിൽ ഇനി വളരും. എടുക്കുക എങ്ങനെ ആ മെറ്റൽ താവണില്ല. അപ്പം വിജയിച്ചേക്കണ പരിപാടി മതി. അപ്പോൾ വൈകുന്നേരത്തെ പണി കാര്യങ്ങളൊന്നും നടന്നില്ല. അത് കഴിഞ്ഞ് അടുത്ത ഞായറാഴ്ചക്ക് മാറ്റി വെച്ചിരിക്കുന്നു. നമുക്ക് രാത്രി ഫുഡിന് കുറച്ച് സലാഡ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കി വെച്ച ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കണം കേട്ടോ. അതിക്ക് കൂടെ കുറച്ച് ചിക്കൻ എന്തെങ്കിലും ചേർത്താൽ മതിയല്ലോ. അടിച്ചാ അത്യാവശ്യം ക്വാണ്ടിറ്റി 2 ഉണ്ടാക്കൽ കഴിക്കാറുണ്ട്.
അപ്പോൾ നമുക്ക് രാത്രി കുറച്ച് ചിക്കൻ കോഴി വില്ലുപടിക്ക് പോയിട്ട് പോകണ്ട കേട്ടോ. ഇപ്പൻ്റെ വണ്ടി കൊണ്ടുപോയിക്കണം. ഇനി ഇത് ഷാർട്ടാക്കി എടുത്തിട്ട് പോകാം. ആ ഷാർട്ടായി ഒറ്റയ്ക്ക് ഷാർട്ടായി പോരട്ടോ. വെല്ലുമ്പടി എത്തിട്ടോ. നമുക്ക് ഇവിടുന്ന് കോഴി വാങ്ങിയിട്ട് പോവാം. ഒരു മീഡിയം കോഴിട്ടോ. ഒഴിച്ചു പോയിക്കൊള്ളാം. പന്തലിക്കിൻ്റെ വിത്താള്. നമ്മളെ റോഡ് സെറ്റായി കിടക്കുന്നുണ്ട്. അയ്യോ എന്താ അവസ്ഥ. അപ്പോൾ നമുക്ക് രാത്രിക്കുള്ള വിഭവം ഉണ്ടാക്കാം. ഓൾറെഡി നമ്മൾ കൂണ് വേവിച്ച ഉച്ചക്ക് ഉണ്ടാക്കി കൂണ് വേവിച്ച കുക്കറാണ്. അതിലേക്ക് ചീകി വെച്ച ചിക്കൻ ഇട്ടിട്ടുണ്ട്. ഇതിൽ കുറച്ച് മസാലകൾ ചേർക്കണം കേട്ടോ. കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കണം കേട്ടോ. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് കുക്കറിലൊന്ന് ആവിക്ക് എടുത്താൽ മതി. ഇതിൻ്റെ കൂടെ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് വിരഞ്ഞു കൊടുക്കാനും കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവിക്ക് വെക്കാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ നേരത്തെ കഴിച്ച സാലഡും കൂട്ടിയിട്ട് നമുക്ക് രാത്രി കഴിക്കാം കേട്ടോ. ഇത് റെഡി ആവട്ടെ. നമുക്ക് വേറെ എന്തെങ്കിലും പണി കാര്യങ്ങളുണ്ട് പോയി കേട്ടോ. വൈകുന്നേരം കുട്ടികളൊക്കെ സൈക്കിൾ റൈഡും ഓരോ കളിയിലാണ്. ഷേജാക്കുവിൻ്റെ മുറ്റത്തുണ്ട് എല്ലാവരും. എവിടെ ബാക്കിയുള്ള കൂടെ കുളത്തേക്ക് പോയി. കുറച്ച് മെറ്റൽ ബാക്കിയുണ്ട്. അത് ഈ ഗ്യാപ്പിൽ ഇട്ടിട്ട് ചെയ്യാൻ പറ്റും നോക്കുക. കുറച്ചുകൂടി വേണ്ടി വരും. തൽക്കാലം ഉള്ളതുകൊണ്ട് പണി സ്റ്റാർട്ട് ചെയ്യാം. ബാക്കി പിന്നെ അടുത്ത ഞായറാഴ്ച നോക്കാം. ശരി, ഇവിടെ നടക്കുമ്പോൾ തന്നെ വളക്കുന്നുണ്ട്. അവിടെ ഇട്ടിട്ടുണ്ട്. അതുപോലെ ബാക്കിയും കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടെയുള്ള മെറ്റൽ വെച്ചിട്ട് നമ്മളിവിടെ നിരത്തിയിട്ടുണ്ട്. ചെറിയൊരു ആശ്വാസം. കൊടുത്തു പള്ളിയിൽ പോയി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സൺഡേത്തെ വർക്കൊക്കെ എടുത്തേക്കും. ഇനി അടുത്ത സൺഡേ നോക്കാൻ മതി. മരുഭാഗം കൊടുത്താണ് പള്ളിയിൽ പോയി വരാം. പള്ളിയിൽ പോയി വന്നിട്ട് നമ്മൾ എന്തായാലും നേരത്തെ വീട്ടിലുണ്ടല്ലോ. അപ്പോൾ മരുന്നിന് ശേഷം ഡിന്നർ കഴിച്ചിട്ട് കൊണ്ടുവന്ന കഴിച്ചാൽ ആ ചിക്കനും നമ്മുടെ സലാഡ് കൂട്ടി ഡിന്നർ കഴിച്ചിട്ട് ഡിന്നറോടെ ക്ലോസ് ചെയ്യാമെന്ന് വിചാരിക്കണേ. രാവിലെ വർക്കൗട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ പകരം എന്തായാലും വർക്കൗട്ട് നമ്മൾ ഒഴിവാക്കുന്നില്ല. പകരം നൈറ്റ് ചെയ്യാം. ഇഷാ കഴിഞ്ഞിട്ട് മരുവാണ്. മരുവ് കഴിഞ്ഞ് ഇഷാ കഴിഞ്ഞ് വന്നിട്ട് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ തന്നെ നമ്മൾ കഴിച്ച ഫുഡൊക്കെ ഒന്ന് സെറ്റ് ആയിക്കോളും. എന്നിട്ട് ആ വർക്കൗട്ട് കഴിഞ്ഞിട്ട് ഇന്നത്തെ ഡേ നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ പള്ളി പോയാൽ എടുക്കണം. ബൈ. ഒപ്പം പോകുന്നുണ്ട്. പുതിയ റോഡിലൂടെ വണ്ടി കയറുമ്പോൾ എങ്ങനെയുണ്ട് നോക്കാം. നമ്മളെ ഐറ്റം റെഡി ആയിട്ടുണ്ടല്ലോ. ചിക്കനും അങ്ങനത്തെ സാലഡും ചേർത്തിട്ട് ഡിന്നർ കഴിക്കട്ടോ. കഴിഞ്ഞിട്ട് വേണം. യശുവേ അതാരാ പാത്തിക്കുട്ടിയാ? യശുവേ പോരാ നോക്ക്. യശുവിടെ പോയോ? ആ ഇക്കാൻ തീർക്കുന്നു. പൊട്ടിക്ക പള്ളി പോരാട്ടോ. ആ പള്ളി പോരാ. ആ നിസ്കരിക്കാനോ വാങ്ങ് കൊടുത്തു. ഇക്കാമത്തും കൊടുത്താണ്. പോരാട്ടോ. ആ പോരാ. ലൈറ്റ് ഉണ്ട്. ഞാൻ ഫോണിൽ വലിച്ചടിച്ചോണ്ട് കേട്ടോ. വലിയ ആളാ. ആ ആയിക്കോട്ടെ പോയിക്കോളൂ. ഞാൻ വാതിലടിച്ചോളൂ. അപ്പോൾ സംസ്കാരം കഴിഞ്ഞു. നേരെ വീട്ടിൽ പോവാം. അപ്പോൾ രാവിലെ ചെയ്യാൻ പറ്റാത്ത ആ വർക്കൗട്ട് പകരം ഇപ്പോൾ ചെയ്യാം.
വൈകിട്ട് തന്നെ ഫുഡ് കഴിച്ചുകൊണ്ട് ഏകദേശം അത്യാവശ്യം ടൈം ഗ്യാപ്പ് വന്നാണ്. അപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ കുഴപ്പമില്ല, പോയിട്ട് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ നേരെ കിടന്നിറങ്ങാം, കുറച്ച് നേരത്തെ കിടക്കുക, നാളെ കാത്തു നിൽക്കാമല്ലോ. ബാക്കി ദിവസങ്ങളൊക്കെ നമ്മൾ ഷോപ്പിലായതുകൊണ്ട് എന്തായാലും വീട്ടിലെത്തുമ്പോൾ 9:30 ആവും. പിന്നെ ഫുഡ് കഴിക്കാനും വർക്കൗട്ടിനും ലേറ്റ് ആവും. അതുകൊണ്ടാണ് രാവിലെ സുബഹിക്ക് ശേഷം വർക്കൗട്ട് ആക്കിയത്. പിന്നെ അത് മറന്നു. അവിടെ ഇപ്പോൾ വൈകുന്നേരം ലാസ്റ്റ് ഇഷാന് ശേഷം ചെയ്യുന്നു. വെയിറ്റ് ചെയ്തിട്ട് കിടക്കട്ടോ. അതുപോലും നമ്മുടെ സൺഡേ ഫണ്ടേ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത് ഡേ 7 സൺഡേ ഫണ്ടേ ആയിരുന്നു. അപ്പോൾ ഇനി ഇതുപോലെ എല്ലാ ദിവസവും തുറന്ന് നമ്മുടെ വ്ളോഗ് ചെയ്യാമെന്നാണ് ആഗ്രഹം. നടക്കുമെന്നറിയില്ല. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതിലേക്ക് ബൈ.